കഥയാരംഭിക്കുന്നത് ന്യൂയോർക്കിലേക്ക് വന്നെത്തുന്ന ഹോങ്കോങ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അംഗമായ കോങ്ങിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കോങ്ങിനെ എയർപോർട്ടിൽ നിന്ന് കോങ്ങിന്റെ അങ്കിളായ ബിൽ വന്ന് പിക്ക് ചെയ്തു. വൈകാതെ യാത്ര ചെയ്ത് അവർ ബില്ലിന്റെ വീട്ടിലേക്ക് എത്തി. പഴയകാല ഫോട്ടോസൊക്കെ ബിൽ കോങ്ങിനെ കാണിച്ചു കൊടുത്തു. ബില്ലും കോങ്ങിന്റെ അച്ഛനുമൊക്കെ ഒന്നിച്ചുള്ള ചിത്രം അതിലുണ്ടായിരുന്നു. അധികം വൈകാതെ അവിടെ ഒരു വുഡൻ ഡമ്മി കണ്ടതും മാർഷൽ ആർട്സ് സ്കില്ലുകളുള്ള കോങ് അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. കോങ്ങിന്റെ ആ ആക്ഷൻസ് അയൽവക്കക്കാരനായ പയ്യൻ ഡാനിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഡാനി കോങ്ങിൽ വല്ലാതെ ഇൻട്രസ്റ്റ് ആയി. വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഡാനി. ആ സമയം അങ്ങോട്ടേക്ക് കടന്നു വന്ന ബിൽ ഡാനി നമ്മുടെ നെയ്ബറാണ് എന്ന് പറഞ്ഞ് ഡാനിയെ കോങ്ങിന് പരിചയപ്പെടുത്തി. കുറച്ചു സമയം കഴിഞ്ഞതും ബില്ല് കോങ്ങിനെ തന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് അത് കാണിക്കുവാൻ കൂട്ടിക്കൊണ്ടുപോയി. അവിടം ഇപ്പോൾ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അവരവിടെ തുടരുമ്പോൾ ബില്ലിന്റെ ഒരു ക്ലയന്റ് വന്നു. എലൈൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയും അയാളുടെ ഒപ്പമുണ്ടായിരുന്നു. ബില്ലിന് പറ്റിയ ബിസിനസ് പാർട്ട്ണർ ആവാൻ പൊട്ടൻഷ്യലുള്ള വ്യക്തിയാണ് എലൈൻ എന്ന് പറഞ്ഞ് എലൈനെ അദ്ദേഹം ബില്ലിന് പരിചയപ്പെടുത്തി. അവർ ബിസിനസ് റൂമിലേക്ക് പോയി ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ആരംഭിച്ചു. മീറ്റിംഗ് ഒക്കെ സക്സസ് ആയി കഴിഞ്ഞിരുന്നു. എലൈൻ ബില്ലിന്റെ ബിസിനസ് പാർട്ട്ണർ ആകും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ബില്ല് എലൈനെയും ക്ലയന്റിനെയും തന്റെ വിവാഹത്തിനും ക്ഷണിച്ചു. വൈകാതെ ബില്ല് വിവാഹിതനാകും. ആ വിവാഹത്തിൽ പങ്കുകൊള്ളാനായിരുന്നു കോങ്ങും അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. അധികം വൈകാതെയായിരുന്നു ബില്ലിന്റെ സുഹൃത്ത് സ്റ്റീഫൻ അങ്ങോട്ടേക്ക് വന്നത്. തന്റെ വിന്റേജ് കാറുമായിട്ടായിരുന്നു സ്റ്റീഫന്റെ വരവ്. ബില്ലിന്റെ വിവാഹത്തിന് ബില്ലിന് യാത്ര ചെയ്യാൻ ആ കാർ വിട്ടുകൊടുക്കാനായിരുന്നു സ്റ്റീഫൻ എത്തിച്ചേർന്നിരുന്നത്. കോങ് ആ കാർ നോക്കിക്കണ്ടു. സ്റ്റീഫൻ കാർ നല്ല രീതിയിൽ നോക്കിക്കോണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അന്ന് രാത്രിയിൽ ബില്ലിന്റെ അപ്പാർട്ട്മെന്റ് ഏരിയയിൽ ഒന്ന് സംഭവിക്കുകയായിരുന്നു. രണ്ട് മോട്ടോർ സൈക്കിൾ ഗാങ്ങുകൾ അവിടെ ഒത്തുചേർന്നു. പരസ്പരം ബദ്ധവൈരികളായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ്. അന്ന് അവിടെ വെച്ച് ഒരു റേസ് നടത്താൻ ഇരുകൂട്ടരും തീരുമാനിച്ചിരുന്നു. പുറത്തെ ശബ്ദമൊക്കെ കേട്ട് കോങ് എഴുന്നേൽക്കുകയാണ്. എന്താ നടക്കുന്നതെന്ന് ജനലിലൂടെ കോങ് നോക്കി. മോട്ടോർ സൈക്കിൾ ഗ്യാങ്ങുകൾ സംഘടിച്ചിരിക്കുന്നതും അവരൊരു റേസ് നടത്താൻ പോകുന്നതും കോങ് നോക്കിക്കണ്ടു. കൂട്ടത്തിലെ ഒരു മോട്ടോർ സൈക്കിൾ സംഘത്തിന്റെ നേതാവ് ടോണി എന്ന വ്യക്തി തന്റെ ഗേൾഫ്രണ്ടായ നാൻസിയോട് തനിക്ക് വേണ്ടി റേസിൽ പങ്കെടുക്കാൻ പറഞ്ഞു. എതിരാളി ടീമിന്റെ അംഗവും റേസിൽ പങ്കെടുക്കാനെത്തി. റേസ് ആരംഭിക്കുകയാണ്. ബൈക്ക് റേസ് ആയിരുന്നു. ആ സമയം കോങ് ഒരു കാര്യം ഞെട്ടലോടെ നോക്കിക്കണ്ടു. സ്റ്റീഫന്റെ അടുത്ത് നിന്ന് വിവാഹത്തിന് അങ്കിൾ റെന്റിനെടുത്ത് ആ ലക്ഷറി വിന്റേജ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് റേസ് ട്രാക്കിലാണ്. ഒരു കൂസലുമില്ലാതാണ് മോട്ടോർ സൈക്കിൾ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും കാറിൽ വന്നു കയറിയാൽ കല്യാണത്തിന് കാറിൽ പോവാനാവില്ലെന്ന് മാത്രമല്ല വലിയ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. കോങ് ഉടനടി തന്റെ ആക്ഷനിലേക്ക് കടന്നു. സ്റ്റെയർ വഴി പുറത്തേക്ക് തൂങ്ങിയിറങ്ങിയവൻ റേസ് ചെയ്യുന്ന ബൈക്കേഴ്സ് അവിടെ എത്തുന്നതിനു മുമ്പേ അവർക്ക് വട്ടം വന്നു. കാർ അപകടത്തിൽപ്പെടാതിരിക്കാൻ എതിരെ വന്ന ബൈക്കേഴ്സിനെ അയാൾ തടഞ്ഞു നിർത്തി. അത്തരത്തിൽ ഒരു ഡിസ്ട്രാക്ഷൻ വന്നതുകൊണ്ട് ടോണിയുടെ ബൈക്കറായ നാൻസി റേസിംഗിൽ പരാജയപ്പെടുകയാണ്. തൊട്ടു പിന്നാലെ പോലീസ് സംഘവും എത്തിച്ചേർന്നിരുന്നു. അതോടെ ബൈക്കർ സംഘത്തിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവേണ്ടി വന്നു. അടുത്ത ദിവസം മനോഹരമായ അന്തരീക്ഷത്തിൽ ബില്ലിന്റെ വിവാഹം നടന്നു. വിവാഹത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട മുഴുവൻ അതിഥികളും എത്തിച്ചേർന്നിരുന്നു. കൂട്ടത്തിൽ എലൈനും ഉണ്ടായിരുന്നു. കുറച്ചു നാളുകൾ അവിടെ തുടരാൻ കോങ് തീരുമാനിച്ചിരുന്നതുകൊണ്ട് എലൈൻ അന്ന് കോങ്ങിനോട് സംസാരിച്ചു. സൂപ്പർ മാർക്കറ്റിൽ തന്നെ സഹായിക്കാൻ കൂടാമോ എന്ന് തിരക്കി. കോങ്ങിനും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കോങ്ങിന്റെ ആദ്യത്തെ ദിവസത്തെ ഡ്യൂട്ടി എത്തി. അന്ന് സൂപ്പർ മാർക്കറ്റിൽ ഒരു വിഷയമുണ്ടാവുകയാണ്. ടോണിയുടെ ഗ്യാങ് മെമ്പേഴ്സ് സൂപ്പർ മാർക്കറ്റിൽ കടന്നു കയറി വസ്തുക്കൾ എടുക്കുകയും പണം കൊടുക്കാതെ അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ടോണിയുടെ ഗ്യാങ് മെമ്പർ ഏഞ്ചലിയായിരുന്നു അത്തരത്തിൽ തെമ്മാടിത്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ട എലൈൻ അത് ചോദ്യം ചെയ്യാൻ ചെന്നു. പക്ഷേ ഗ്യാങ് മെമ്പേഴ്സ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുകയും അവരെ വകവരുത്തിക്കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. ഒരുപാട് വസ്തുക്കൾ അവർ എടുത്തുകൊണ്ട് പോകാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ പ്രശ്നമാകുമെന്ന് കണ്ടതും കോങ് അതിൽ ഇടപെട്ടു. പിന്നെ അവിടെ ഒരു ഏറ്റുമുട്ടൽ തന്നെ നടക്കുകയാണ്. തന്റെ മാർഷൽ ആർട്സ് സ്കിൽ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് ഏഞ്ചലിയെയും കൂട്ടാളിയെയും കോങ്ങടിച്ച് താഴെ വീഴ്ത്തി. തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിച്ചു. രാത്രി വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി കടയൊക്കെ അടച്ച ശേഷം കോങ് അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സംഘം ഗ്യാങ്സ്റ്റേഴ്സ് ഒരു സ്ത്രീയെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതും ആ സ്ത്രീ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നതും കോങ് കേൾക്കുന്നത്. അത് കണ്ട് ഒന്നും ചെയ്യാതെ പോകുവാൻ കോങ്ങിന് സാധിക്കുമായിരുന്നില്ല. ആ സ്ത്രീയെ സഹായിക്കാൻ കോങ് അങ്ങോട്ടേക്ക് കയറി ചെന്നു. പക്ഷേ അകത്തേക്ക് കയറി ചെന്ന
ചെന്നപ്പോഴാണ് കോങ്ങിന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അത് യാഥാർത്ഥ്യത്തിൽ ടോണിയുടെ ബൈക്ക് ഗ്യാങ്ങിന്റെ ഒരു സെറ്റപ്പായിരുന്നു, ഒരു ട്രാപ്പായിരുന്നു. ആ ലേഡിയടക്കം ബൈക്ക് ഗ്യാങ്ങിന്റെ ഭാഗമാണ്. കോങ്ങിന്റെ പ്രവൃത്തികൾ കൊണ്ട് കോങ്ങിനോട് വിദ്വേഷമുണ്ടായിരുന്ന അവർ പകരം വീട്ടാൻ എത്തിയതായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഫൈറ്റ് തന്നെ നടക്കുകയാണ്. പക്ഷേ ഒരുപാട് ഗ്യാങ് മെമ്പേഴ്സ് എത്തിയപ്പോൾ അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കോങ്ങിന് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഏഞ്ചലോ കോങ്ങിനെ വെടിയുതിർക്കാൻ തോക്കുവരെ ചൂണ്ടി. പക്ഷേ ടോണി തോക്ക് പിടിച്ച് താഴ്ത്തി. കോങ്ങിനെ ഒരു മൂലയ്ക്കൊതുക്കിയ ഗ്യാങ് മെമ്പേഴ്സ് മത്തിക്കുപ്പികൾ വെച്ചെറിഞ്ഞ് കോങ്ങിനെ കനത്ത രീതിയിൽ ആക്രമിച്ചു. കോങ്ങിന്റെ ശരീരത്തിലും മറ്റുമായി സാരമായി പരിക്കേറ്റിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം ഡാനി അപ്പാർട്ട്മെന്റിലിരുന്ന് വീഡിയോ ഗെയിം കളിക്കുകയാണ്. അങ്ങോട്ടേക്ക് നാൻസി കടന്നു വന്നു. ടോണിയുടെ ഗ്യാങ്ങിലെ പ്രധാനിയായ ടോണിയുടെ ഗേൾഫ്രണ്ടായ പെൺകുട്ടി തന്നെ. നാൻസി ഡാനിയുടെ ചേച്ചിയായിരുന്നു. വീട്ടിലേക്കെത്തിയ നാൻസി ഞെട്ടലോടെ ഡോറിന് സമീപം ആ കാഴ്ച കാണുകയാണ്. ബോട്ടിൽ കൊണ്ട് എയറേറ്റ് സാരമായി പരിക്കേറ്റ് ചോരിയൊലിപ്പിച്ച് അവിടെ എത്തിയിരുന്ന അവശതയിലായിരുന്ന കോങ്ങായിരുന്നു അത്. നാൻസിക്ക് മുമ്പിലെത്തിയതും കോങ്ങിന്റെ ബോധം മറഞ്ഞിരുന്നു. പിറ്റേന്ന് ബോധം തെളിയുമ്പോൾ കോങ് ഡാനിയുടെ അപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടുത്തെ സോഫയിൽ മുറിവുകളൊക്കെ വെച്ച് കെട്ടി ശരീരം ക്ലീൻ ചെയ്യപ്പെട്ട നിലയിലായിരുന്നു കോങ് ഉണ്ടായിരുന്നത്. നാൻസിയാണൊക്കെ ചെയ്തതെന്ന് ഡാനിയിൽ നിന്നും കോങ് മനസ്സിലാക്കി. എന്തിനേറെ പറയുന്നു, കോങ്ങിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പോലും നാൻസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് റെസ്റ്റ് എടുത്ത് അവിടെ കഴിയുവാൻ കോങ്ങിന് തോന്നിയില്ല. ഉഷാറ് തോന്നിയതുകൊണ്ട് എഴുന്നേറ്റ് റെഡിയായി അവൻ വീണ്ടും ജോലിക്കായി സൂപ്പർ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. പക്ഷേ പോകുന്ന വഴിക്ക് വീണ്ടും ടോണിയും ഗ്യാങ്ങും കോങ്ങിനെതിരെ വരികയാണ്. അവർ കോങ്ങിനെ ഓടിച്ചിടാൻ ആരംഭിച്ചു. കോങ്ങിനെ തുരത്തിയുള്ള ടോണിയുടെയും മറ്റും പിന്നിലുള്ള വരവ് ഒടുവിലൊരു പാർക്കിംഗ് ലോട്ടിന്റെ ഏറ്റവും മുകൾ നിലയിൽ വരെ എത്തി. അവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ കുറച്ചകലെയുള്ള ബിൽഡിംഗിലേക്ക് ചാടുകയല്ലാതെ കോങ്ങിന് മറ്റു വഴിയുണ്ടായിരുന്നില്ല. ജീവൻ പണയം വെച്ച് കോങ് അത് പ്രവർത്തിച്ചു. ഭാഗ്യവശാൽ പോലീസ് ആ സമയത്തേക്ക് എത്തിയതുകൊണ്ട് ടോണിയുടെ ഗ്യാങ് മെമ്പേഴ്സ് കോങ്ങിനെ ഉപേക്ഷിച്ച് മടങ്ങുകയാണ്. കോങ്ങിനും അവരിൽ നിന്ന് രക്ഷപ്പെടാനായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡാനിയുടെയും നാൻസിയുടെയും അപ്പാർട്ട്മെന്റിന് സമീപം ഒരു മാഫിയ സംഘം വജ്രക്കടത്തുമായി ബന്ധപ്പെട്ട് ഡീല് നടത്തുകയായിരുന്നു. ഇതേസമയം ടോണിയും ചില ഗ്യാങ് മെമ്പേഴ്സും ചേർന്ന് നാൻസി അവിടെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വജ്ര കൈമാറ്റം നടത്തിയ മാഫിയ മെമ്പേഴ്സിലെ ഒരു ടീമിന്റെ കാർ അപകടത്തിൽപ്പെട്ടു. അതിനകത്തുള്ളവർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ആ അവസരം മുതലെടുത്ത് അങ്ങോട്ടേക്കെത്തിയ ടോണിയുടെ കയ്യാളായ ഏഞ്ചലോയും കൂട്ടാളിയും ചേർന്ന് യാത്രക്കാരുടെ കയ്യിലുണ്ടായിരുന്ന സ്യൂട്ട് കേസ് അടക്കം മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അതൊരു മാഫിയ സംഘമാണ് എന്നവർക്ക് അറിവുണ്ടായിരുന്നില്ല. തൊട്ടു പുറകെ എതിരാളി മാഫിയ സംഘം എത്തി. അവർ ഏഞ്ചലോക്കെതിരെ വെടിവെച്ച് ഏഞ്ചലോ എടുത്തുകൊണ്ടുപോകുന്ന വജ്രങ്ങളടങ്ങിയ സ്യൂട്ട് കേസ് തിരികെ നേടാൻ ശ്രമം ആരംഭിച്ചു. തനിക്കെതിരെ വെടിയുണ്ട പാഞ്ഞെടുക്കുന്നത് കണ്ടതും ഏഞ്ചലോ രക്ഷയ്ക്ക് നാൻസിയും ഡാനിയും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറി. ഇതേസമയം പുറത്തുണ്ടായിരുന്ന കോങ്ങും ഡാനിയെ കൊണ്ട് വേഗം അകത്തേക്ക് കയറുകയാണ്. അകത്തേക്കും മാഫിയക്കാർ കയറി വരുന്നു എന്ന് കണ്ടതും വീൽചെയർ ഉപേക്ഷിച്ച് ഡാനിയെ പൊക്കിയെടുത്ത് കോങ് അവിടെ നിന്ന് മാറി. അപ്പാർട്ട്മെന്റിനകത്തേക്ക് കടന്ന ഏഞ്ചലോ ആകട്ടെ മൊത്തത്തിൽ അതിനകത്ത് കുരുങ്ങിപ്പോയിരുന്നു. ഒടുവിൽ മറ്റു വഴിയില്ലെന്ന് കണ്ടതും തന്റെ കയ്യിൽ കിട്ടിയ ഡയമണ്ട് മുഴുവൻ തന്റെ മുമ്പിൽ കണ്ട ഡാനിയുടെ വീൽചെയറിലെ കുഷ്യനകത്തേക്ക് അവൻ എടുത്തുവെക്കുകയാണ്. തൊട്ടു പിന്നാലെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഏഞ്ചലോയും മാഫിയ സംഘത്തിലെ ആളുകളുമടക്കം പോലീസ് കസ്റ്റഡിയിലായി. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിത്തീർന്നതും കോങ് പുറത്തേക്ക് വരികയും വീൽചെയർ എടുത്ത് ഡാനിയെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. അന്നായിരുന്നു വീണ്ടും നാൻസിയെ കോങ് കാണുന്നത്. കോങ്ങിനെ ഫേസ് ചെയ്യാൻ നാൻസിക്ക് മടിയുണ്ടായിരുന്നു. അന്നത്തെ റേസ് കാരണമാണല്ലോ കോങ്ങിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സംഭവിച്ചത്. എല്ലാത്തിനും കോങ്ങിന് മുമ്പിലെത്തിയ നാൻസി കോങ്ങിനോട് ക്ഷമ ചോദിച്ചു. ഇതേസമയം മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ ഏഞ്ചലോയും മാഫിയ സംഘത്തിന്റെ ആളുകളും ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ തെളിവുകളുടെ അഭാവത്തിൽ എല്ലാവരെയും വിട്ടയക്കപ്പെട്ടു. അന്ന് രാത്രിയിൽ താൻ വിട്ട ഡയമണ്ടുകൾ എടുക്കുവാൻ ഏഞ്ചലോ കോങ്ങും നാൻസിയും ഒക്കെ താമസിക്കുന്ന ബിൽഡിംഗിലേക്ക് എത്തി. അകത്തേക്ക് കടക്കാൻ നോക്കുമ്പോഴാണ് അതിനോടകം മാഫിയ സംഘത്തിന്റെ ആളുകളെത്തി വജ്രം തിരയുന്നുണ്ട് എന്ന് ഏഞ്ചലോ മനസ്സിലാക്കുന്നത്. ഏഞ്ചലോ മറഞ്ഞു നിന്നു. ഈ സമയം പുറത്തേക്കിറങ്ങിയ കോങ്ങും മാഫിയ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടിരുന്നു. അവരെന്തോ തിരയുന്ന പോലെ കണ്ടതും കോങ് അങ്ങോട്ടേക്ക് ചെന്നു. കൂട്ടത്തിലെ മാഫിയ സംഘത്തിലെ വ്യക്തി കോങ്ങിനോട് പറഞ്ഞു, ഞങ്ങൾ FBI ആണ്. മോഷണ വസ്തു ഇവിടെ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വീണ്ടെടുക്കാനായി ഇവിടെ തിരച്ചിൽ നടത്തുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കണ്ടുകിട്ടുകയോ തെളിവ് കിട്ടുകയോ ചെയ്താൽ ഞങ്ങളെ അറിയിക്കണം. അയാൾ കോങ്ങിന് തന്റെ കാർഡ് കൊടുത്തു. FBI ആയിരിക്കും അത് എന്ന് ചിന്തിച്ച കോങ് കാർഡ് വാങ്ങി വെക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ കോങ് നാൻസിക്കൊപ്പം ഒരു ഡേറ്റിന് പോവുകയായിരുന്നു. അവർ ബാറിൽ പോയി കുറെ സംസാരിച്ചിരുന്നു. സംസാരിക്കുന്ന കൂട്ടത്തിൽ കോങ്ങിനോട് തനിക്കുള്ള ഒരു പ്രണയ താല്പര്യത്തെപ്പറ്റി നാൻസി തുറന്നു പറഞ്ഞു. നാൻസി അങ്ങനെ കോങ്ങിനോട്
സംസാരിക്കുന്നത്. ആ സമയം അങ്ങോട്ടേക്ക് എത്തിയ ടോണിയും സംഘവും കേട്ടിരുന്നു. കോങ്ങിനോട് നാൻസി പ്രണയം പറഞ്ഞത് കേട്ടതും ടോണിക്ക് ദേഷ്യം ഇരച്ചു കയറി. അവരിരുവരെയും ആക്രമിക്കാൻ ടോണി അലറിക്കൊണ്ട് ചെല്ലുകയാണ്. അത് കണ്ടതും നാൻസിയും കോങ്ങും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. എളുപ്പമായിരുന്നില്ലെങ്കിൽ കൂടിയും അവർക്ക് രക്ഷപ്പെട്ടു പോവാൻ കഴിഞ്ഞു. അടുത്ത ദിവസം ബില്ലിന്റെയും എലൈന്റെയും സൂപ്പർ മാർക്കറ്റിലേക്ക്, അതായത് കോങ് ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് ടോണിയുടെ സംഘം എത്തിച്ചേരുകയാണ്. അവർ സൂപ്പർ മാർക്കറ്റിലെ വസ്തുക്കൾ മുഴുവൻ താറുമാറാക്കി. നാൻസിയും കോങ്ങും എവിടെയെന്ന് ചോദിച്ച് എലൈനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ സമയം അങ്ങോട്ടേക്ക് വില കൂടിയ ലിമസിൻ എന്ന കാർ കടന്നു വന്നു. ആ കാറിൽ ടോണിയുടെ 2 ഗ്യാങ് മെമ്പേഴ്സിനെ പിടികൂടി അവർ പോവുകയും ചെയ്തു. ഈ സമയം നാൻസിയും ഡാനിയും കോങ്ങും ഒന്നിച്ച് പാർക്കിലായിരുന്നു. അങ്ങോട്ടേക്ക് ഏഞ്ചലോ വന്നു. ഏഞ്ചലോ ഡാനിയെ വലിച്ച് താഴെയിട്ട് അവനിരിക്കുന്ന വീൽചെയർ കുഷ്യൻ എടുത്തുകൊണ്ടുപോവാൻ ശ്രമം നടത്തി. ഡാനിയുടെ വിളി കേട്ട് കോങ് ഓടിയെത്തിയിരുന്നു. ഏഞ്ചലോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് ഏഞ്ചലോ അങ്ങനെ കുഷ്യൻ എടുത്തുകൊണ്ട് പോവാൻ നോക്കുന്നത് എന്നൊരു സംശയം ആ നിമിഷത്തിൽ കോങ്ങിന് തോന്നുകയും ചെയ്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് താൻ ജോലി നോക്കുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയ കോങ്ങിന് അവിടുത്തെ കാഴ്ച കണ്ട് വിശ്വസിക്കാനേ സാധിച്ചില്ല. സൂപ്പർ മാർക്കറ്റ് ആകെ താറുമാറായി കിടക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എലൈനടുത്തെത്തി കോങ് കാര്യം ചോദിച്ചു. നടന്ന കാര്യങ്ങൾ വിശദമായി എലൈൻ കോങ്ങിനോട് പറഞ്ഞു. ടോണിയും സംഘവുമാണ് അതിന് പിന്നിലെന്നും അറിയിച്ചു. അത് കേട്ടതും ദേഷ്യം കൊണ്ട് കോങ് വിറച്ചിരുന്നു. ടോണിയുടെ ഹൈഡൌട്ടിലേക്ക് കോങ് പുറപ്പെട്ടു ചെല്ലുകയാണ്. നാൻസിയുടെ സഹായത്തോടെയായിരുന്നു കോങ് എത്തിച്ചേർന്നത്. പിന്നെ വൈകിയില്ല. അവിടെ എത്തിയവൻ ടോണിയെ ഒരു 1-on-1 ഫൈറ്റിന് വെല്ലുവിളിച്ചു. ടോണിയും വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഫൈറ്റ് ആരംഭിച്ചു. ടോണി അടികൊണ്ട് താഴെ വീണു. അതോടെ ഗ്യാങ് മെമ്പേഴ്സ് ഒന്നുചേർന്ന് കോങ്ങിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. കോങ്ങും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് ടോണിയുടെ ഒരു ഗ്യാങ് മെമ്പർ തല്ലിച്ചതച്ച ശരീരവുമായി ഒരു പ്ലാസ്റ്റിക് ബാഗും വലിച്ചഴിച്ച് കയറി വന്നത്. നേരത്തെ ഒരു ലിമസീൻ കാറിൽ വന്ന് ആരൊക്കെയോ ടോണിയുടെ ഗ്യാങ്ങിലെ 2 പേരെ തട്ടിക്കൊണ്ടു പോയിരുന്നല്ലോ. തട്ടിക്കൊണ്ട് പോകപ്പെട്ടവരിൽ ഒരാളായിരുന്നു അത്തരത്തിൽ കയറി വന്നത്. മറ്റൊരാൾ കൊല്ലപ്പെട്ട് അയാൾ വലിച്ചുകൊണ്ടുവന്ന ആ പ്ലാസ്റ്റിക് ബാഗിനകത്തുണ്ടായിരുന്നു. അത് കണ്ട് ഭയന്നു പോയ ടോണി ഗ്യാങ് മെമ്പറിന്റെ അടുത്ത് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയത് മാഫിയ മെമ്പേഴ്സ് ആണ്. അവർ ഏഞ്ചലോ തട്ടിയെടുത്ത ഡയമണ്ട് നോക്കി നടക്കുവാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ആ സമയത്തായിരുന്നു തങ്ങൾ എതിരിടുന്നത് വലിയൊരു മാഫിയ സിൻഡിക്കേറ്റിനെയാണ് എന്ന് ടോണി തിരിച്ചറിയുന്നത്. ടോണിക്ക് വല്ലാത്ത ഭയം തോന്നി. ഏഞ്ചലോ ആണെങ്കിൽ മുങ്ങിയിരിക്കുകയുമാണ്. ഒക്കെ കേട്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന കോങ് ടോണിയോട് സംസാരിച്ചു. ഏഞ്ചലോയെ കണ്ടെത്താൻ നമുക്കൊന്നിച്ച് ശ്രമിക്കാമെന്ന് പറഞ്ഞു. FBI ഏജന്റുകൾ ഏഞ്ചലോയെ തിരയുന്നുണ്ടായിരുന്നുവെന്നും അവരുടെ കോണ്ടാക്ട് തന്റെ പക്കലുണ്ടെന്നും അവരുടെ സഹായവും നമുക്ക് തേടി നോക്കാം എന്ന് കോങ് ടോണിയോട് പറഞ്ഞു. എങ്ങനെയും മാഫിയ സംഘത്തിന്റെ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാൻ കോങ് അത് സമ്മതിക്കുകയാണ്. ഏഞ്ചലോയുള്ളയിടം അതിനോടകം ടോണിയും കോങ്ങും മനസ്സിലാക്കിയിരുന്നു. FBI ഏജന്റ്സിനെ കോങ് വിളിച്ചു വരുത്തുകയും ചെയ്തു. FBI ഏജന്റ്സായി വന്നതാകട്ടെ പഴയ മാഫിയ സംഘത്തിലെ ആളുകളാണല്ലോ. അവരുമായി കോങ് ഏഞ്ചലോയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അവർ വരുന്നു എന്നറിഞ്ഞതും അവർ FBI ഏജന്റ്സ് ഒന്നുമല്ല, മാഫിയ സംഘത്തിലെ ആളുകളാണ് എന്ന് ഏഞ്ചലോ ഭയത്തോടെ പറയുന്നുണ്ടായിരുന്നു. ഏറെ ഭയന്ന ഏഞ്ചലോ ആ ഡയമണ്ടുകൾ നാൻസിയുടെ അനിയന്റെ വീൽചെയറിലാണ് ഒളിപ്പിച്ചത് എന്ന് പറഞ്ഞവൻ പുറത്തേക്കോടി. പിന്നെ പറയണ്ടല്ലോ, മാഫിയ സംഘം ഉടനടി ഡാനിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. കോങ്ങിനെ അടക്കം ബന്ദിയാക്കിക്കൊണ്ടായിരുന്നു അവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ഡാനിയുടെ വീൽചെയറിൽ വെച്ചിരുന്ന പുതിയ കുഷ്യൻ കീറിയടക്കം അവർ പരിശോധിച്ചു. അതിൽ നിന്ന് അവർക്ക് ഡയമണ്ട് കിട്ടിയില്ല. ഇതേ സമയം മാഫിയക്കാർ താഴേക്ക് വീഴ്ത്തിയിരുന്ന കോങ് സോഫയ്ക്ക് കീഴിൽ കിടക്കുന്ന പഴയ കുഷ്യൻ കാണുകയാണ്. അതിനകത്താണ് ഡയമണ്ട് ഉള്ളത് എന്നവൻ തിരിച്ചറിഞ്ഞിരുന്നു. ആ ഒരു നിമിഷത്തിൽ അത് മാഫിയ സംഘത്തിന് കൊടുക്കാൻ കോങ്ങിന് മനസ്സ് വന്നില്ല. വിദഗ്ധമായി തന്റെ സ്കില്ലുകൾ കൊണ്ട് മാഫിയ സംഘത്തിലെ ആളുകളെ കോങ് അവിടെ വെച്ച് അടിച്ചിട്ടു. പിന്നാലെ ഡയമണ്ടും എടുത്ത് തന്റെ പഴയ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തി. എലൈനെ കാണിച്ച് അത് ഒറിജിനൽ ഡയമണ്ട് ആണോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തി. തൊട്ട് പിന്നാലെയാണ് സ്റ്റോറിലേക്ക് വൈറ്റ് ടൈഗർ എന്ന് പേരുള്ള ഒരാൾ വിളിക്കുന്നത്. ഡയമണ്ട് തനിക്ക് എത്തിച്ചു തന്നില്ലെങ്കിൽ അവരുടെ സൂപ്പർ മാർക്കറ്റ് കെട്ടിടമടക്കം തകർത്തു കളയും എന്നയാൾ ഭീഷണി മുഴക്കി. പക്ഷേ അത് വെറുമൊരു പറച്ചിലാണ് എന്നായിരുന്നു കോങ് ചിന്തിച്ചത്. ഡയമണ്ട് പോലീസിന് കൊടുക്കാനായിരുന്നു കോങ്ങിന്റെ തീരുമാനം. പക്ഷേ വൈറ്റ് ടൈഗർ മാഫിയ സംഘത്തിന്റെ ലീഡറായിരുന്നു. അയാളുടെ ആളുകൾ വൈറ്റ് ടൈഗറുടെ നിർദ്ദേശപ്രകാരം ആ സൂപ്പർ മാർക്കറ്റ് തകർത്ത് താഴെ വീഴ്ത്തുകയാണ്.
ഭാഗ്യവശാൽ അതിൽ നിന്ന് കോങ് രക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ വൈറ്റ് ടൈഗർ വീണ്ടും വിളിച്ചു. ഡാനിയും നാൻസിയും ടോണിയും അടക്കം തന്റെ കസ്റ്റഡിയിലാണെന്നും ഡയമണ്ട് തിരികെ എത്തിച്ചില്ലെങ്കിൽ അവരെയൊക്കെ വകവരുത്തി കളയും എന്നും വൈറ്റ് ടൈഗർ ഭീഷണി മുഴക്കി. മറ്റു വഴികളില്ലെന്ന് കണ്ടതും വൈറ്റ് ടൈഗറിന് ഡയമണ്ട് കൊടുക്കാൻ കോങ് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പേ പോലീസിനെ കണ്ട് കോങ് കാര്യങ്ങൾ അറിയിച്ചു. പോലീസുമായി ചേർന്ന് കോങ് ഒരു പദ്ധതി തന്നെ ഉണ്ടാക്കി. ഭാഗ്യവശാൽ നേരത്തെ തൊട്ടേ വൈറ്റ് ടൈഗറും വൈറ്റ് ടൈഗറിന്റെ മാഫിയ സംഘവും പോലീസ് സർവൈലൻസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേഗത്തിൽ കാര്യങ്ങളിലേക്ക് പങ്കുചേരാൻ സാധിച്ചു. ആദ്യഘട്ടത്തിൽ മാഫിയ സംഘത്തിലെ ആളുകളുമായി ഒരു കോംപ്രമൈസ് ടോക്കൻ എന്ന പോലെ സംസാരിക്കാൻ കോങ് എത്തി. ഡയമണ്ട് താൻ തരാമെന്നും പക്ഷേ അത് വൈറ്റ് ടൈഗറിന് നേരിട്ട് തരൂ എന്നും കോങ് പറഞ്ഞിരുന്നു. വൈറ്റ് ടൈഗർ എന്ന പേര് പോലീസിനിടയിൽ മാഫിയ തലവനുള്ള പേരാണ്. അതങ്ങനെ കോങ് പറഞ്ഞതിൽ മാഫിയ സംഘത്തിലെ ആളുകൾക്ക് ചില സംശയം തോന്നിയെങ്കിലും ആ ഒരു സിറ്റുവേഷൻ പരിഗണിച്ച് വൈറ്റ് ടൈഗറെ നേരിട്ട് കാണാൻ അനുവദിക്കാം എന്നവർ സമ്മതിച്ചു. പക്ഷേ കോങ്ങിനെ അങ്ങനെ തന്നെ വൈറ്റ് ടൈഗറിന്റെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ അവർ ഒരുക്കമായിരുന്നില്ല. അവർ വൈറ്റ് ടൈഗറിനെ വിളിച്ച് സംസാരിച്ചു. കോങ്ങിനെ നേരിട്ട് കാണാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞ വൈറ്റ് ടൈഗർ കോങ്ങിനെ നല്ല രീതിയിലൊന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ ഒരിടത്തേക്ക് കൊണ്ടുപോയി ബലമായി മാഫിയ സംഘത്തിലെ ആളുകൾ കോങ്ങിനെ പരിശോധിക്കുകയാണ്. കോങ്ങിന്റെ ശരീരത്തിൽ നിന്നും പോലീസ് ഒളിപ്പിച്ച ലിസ്ണിംഗ് ഡിവൈസ് അവർ കണ്ടെടുത്തു. ഉടനടി വൈറ്റ് ടൈഗർ വിളിച്ച് അവർ കാര്യമറിയിച്ചു. അതോടെ വൈറ്റ് ടൈഗർ തന്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു. കോങ്ങിനെ അങ്ങ് കൊന്നു തള്ളിയേക്ക്. ഡയമണ്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങ് വിട്ടുകളഞ്ഞേരെ. കോങ്ങിനെ കൊല്ലാൻ മാഫിയ സംഘം ഒരുങ്ങുന്നത് കണ്ടതും കോങ് അവരെ തിരികെ ആക്രമിക്കുകയാണ്. അവരുടെ അടുത്തു നിന്നും കോങ് ഒരു തരത്തിൽ രക്ഷപ്പെട്ട് പുറത്തു ചാടി. അതൊരു ചേസിന് തുടക്കം കുറിക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കണ്ടെയ്നറുകൾക്കിടയിൽ ഒളിച്ചിരുന്ന കോങ്ങിനെ വൈറ്റ് ടൈഗറിന്റെ ഒരാൾ കണ്ടെത്തി. കോങ്ങിനെ വകവരുത്താൻ അവർ ശ്രമിക്കുമ്പോഴേക്ക് പോലീസ് സംഘം സഹായത്തിനായി എത്തിയിരുന്നു. അവർ കോങ്ങിനെ രക്ഷപ്പെടുത്തി. ഇത് കണ്ടതും വൈറ്റ് ടൈഗറിന്റെ മാഫിയ സംഘത്തിലെ ആളുകൾ രക്ഷപ്പെട്ടു പോവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒരു ഹോവർക്രാഫ്റ്റ് എടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയത്. പിന്നെ പറയണ്ടല്ലോ, ഒരു ചേസ് തന്നെ നടക്കുകയാണ്. നീണ്ട ചേസിനൊടുവിൽ വൈറ്റ് ടൈഗറിന്റെ ആളുകളെ റോഡിൽ വെച്ച് വട്ടം വളഞ്ഞ് പിടികൂടാനായി കോങ്ങിന് സാധിച്ചു. അവരെ ബന്ദിയാക്കി. അവരിൽ നിന്ന് വൈറ്റ് ടൈഗറുടെ ലൊക്കേഷനും തന്റെ സുഹൃത്തുക്കൾ ബന്ദിയായിട്ടുള്ള ഇടവും കോങ് ചോദിച്ചറിഞ്ഞു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സുഹൃത്തുക്കളെ സുരക്ഷിതമായി മോചിപ്പിക്കാൻ കോങ്ങിന് കഴിഞ്ഞു. നാൻസിയും ഡാനിയും എലൈനും ടോണിയുമടക്കം മോചിപ്പിക്കപ്പെട്ടതും വൈറ്റ് ടൈഗറെ പിടികൂടാനായി അവരുടെ അടുത്ത ശ്രമം വില്ലന്മാർ ഉപയോഗിച്ച ഹോവർക്രാഫ്റ്റ് കൊണ്ട് തന്നെ വൈറ്റ് ടൈഗറുടെ ഇടത്തേക്ക് കോങ് കടന്നു ചെല്ലുകയാണ്. വളരെ ഡ്രമാറ്റിക്കായി ഒരു ഏറ്റുമുട്ടൽ അവിടെ നടന്നിരുന്നു. ഹോവർക്രാഫ്റ്റിന്റെ സഹായത്തോടെ തന്നെ ശത്രുക്കളെ മുഴുവൻ ഇടിച്ചു വീഴ്ത്തിയ കോങ് ഏറ്റവും ഒടുവിൽ വൈറ്റ് ടൈഗറെയും ഇടിച്ചു വീഴ്ത്തി. വൈറ്റ് ടൈഗർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ആക്ഷൻ കോമഡി ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.